അഡ്വക്കേറ്റ് റസൽ ജോയ്, സംസ്ഥാന സർക്കാർ ആക്ട് ചെയ്യുന്നുണ്ട് എന്നിപ്പോൾ വരുത്തുന്നുണ്ട്. അങ്ങനെയാണ് ജലവിഭവ മന്ത്രി പെട്ടെന്ന് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. പക്ഷേ കേരള സർക്കാർ എത്രമാത്രം ഇടപെടാൻ കഴിയും ഈ ഘട്ടത്തിൽ? കഴിഞ്ഞ സർക്കാരിൻ്റെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലെ ഇടപെടലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഓരോ സർക്കാർ മാറി വരുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാതെ ഈ വിഷയത്തിൽ തമിഴ്നാടിൻ്റെ മേധാവിത്വം അവസാനിപ്പിക്കുവാൻ കഴിയുന്നില്ല. ഇവിടെയും അതുതന്നെ പ്രകടമാണല്ലോ. കേരളത്തിൽ ആശങ്കയായി കഴിഞ്ഞു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കൂട്ടാൻ പോവുകയാണ് എന്നുള്ള തമിഴ്നാടിൻ്റെ പ്രഖ്യാപനത്തിൽ. മഞ്ജുഷ, ശ്രീ ജോ ജോസഫ് സാറും ബഹുമാനപ്പെട്ട MLAയും പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും പുതിയ ഒരു സുപ്രീം കോടതി വേർഡിക്റ്റിനെ കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ 2025 ഒക്ടോബർ മാസം 13-ാം തീയതി ഞാൻ കൊടുത്ത കേസിൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു, ഒരു ഡയറക്ഷൻ പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഇനിയൊരു ഹോളിസ്റ്റിക് എക്സാമിനേഷൻ വേണ്ട, ഇനിയൊരു ഡാം സേഫ്റ്റി എവാലുവേഷൻ വേണ്ട, അതിനൊന്നും സമയമില്ല. കാരണം ഡാമിനിപ്പോൾ 130 വർഷം പഴക്കമായി. പഴക്കത്തിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ഡാം, പിന്നെ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയിൽ ഞാൻ കേരള സർക്കാരിൻ്റെ ഒരു രേഖ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ രേഖയിൽ പറയുന്നത് 240ഓളം ഭൂകമ്പങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത് 4.1 ആണ് റിക്ടർ സ്കെയിലിൽ ഉള്ളത്. ആ 4.1 മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിലാണെങ്കിൽ എപ്പോൾ അത് തകർന്നെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ കോടതി അവസാനമായിട്ട് പറഞ്ഞത് ഈ ഡാം പൊളിച്ചു കളയാതിരിക്കാൻ കാരണം ഉണ്ട് എങ്കിൽ തമിഴ്നാടിന് വന്ന് പറയാം എന്നുള്ളതാണ്. സേഫ്റ്റി അതോറിറ്റിയുടെ അധീനതയിലേക്ക് ഡാം വന്നിരിക്കുകയാണല്ലോ. അവരാണല്ലോ ഈ വിദഗ്ധ സമിതിയെ വെച്ച്, 5 അംഗ വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധന നടത്താൻ പോകുന്നത്. അതിന്റെ ആവശ്യം ഇനിയില്ല എന്നുള്ളതാണോ താങ്കൾ പറയുന്നത്? അതാണല്ലോ ഡോക്ടർ ജോ ജോസഫിന് കിട്ടിയിരിക്കുന്ന അനുകൂല വിധി. ഇന്ന് ജലവിഭവ മന്ത്രിയും ഇതേ കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിൽ ഇനി എന്ത് എക്സാമിനേഷൻ? അതിന് സമയമുണ്ട്. അതൊരു എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയയിലുള്ള ഒരു ഡാം. ഇനി എന്ത് എക്സാമിനേഷൻ ഇവിടെ സമയമുള്ളത്? ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ. ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം 40 വർഷം കഴിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്യത്തില്ലേ? അതുകൊണ്ട് ജനങ്ങളുടെ ജീവൻ വെച്ചിട്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതിരിക്കുവാനുള്ള കാരണം കാണിക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ആ കാരണം സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ടോ കേരളം? പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞ ഒക്ടോബർ മാസം 13-ന് വന്ന വിധി കേരള സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, തമിഴ്നാട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ കേരളം നാളിതുവരെ ഒരു സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടില്ല. ഈ ചാനലിനെ കേൾക്കുന്ന, ന്യൂസ് 18 ചാനലിനെ കേൾക്കുന്ന ലോക മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രിക്കും നിങ്ങൾ മെയിൽ അയക്കണം. ഈ കേസിൽ സപ്പോർട്ടിംഗ് അഫിഡവിറ്റ് കേരളം ഉടനെ തന്നെ ഫയൽ ചെയ്യണം. ഇതിന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ പീച്ചിയിലൊരു ഭൂകമ്പം ഉണ്ടായി. നമുക്ക് എത്രമാത്രം സൂചനകൾ കിട്ടി. മുണ്ടക്കൈ ചൂരൽമല കഴിഞ്ഞതിന് ശേഷം വയനാട് കണ്ണാടിയിൽ ദുരന്തം ഉണ്ടായതൊക്കെ നമ്മൾ കണ്ണാലെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളം മൊത്തത്തിൽ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയായിട്ട് സിസ്മോളജിസ്റ്റുകൾ ഡിക്ലെയർ ചെയ്ത ഈ അവസ്ഥയിൽ ഇനി നമുക്ക് ചർച്ച, ഇനിയൊരു എക്സാമിനേഷൻ, ഇനിയൊരു ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമയമുണ്ടോ? പിന്നെ ഡാമെങ്ങാനും തകർന്നു പോയി കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ 1 ലക്ഷത്തോളം ഫാക്ടറീസ് ഉണ്ട്. കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന രീതിയിലാണല്ലോ ഇന്ന് ശ്രീ മോൻസ് ജോസഫിന്റെ പ്രതികരണം വന്നത്. അദ്ദേഹം ഊന്നി പറയുന്നത് ഇത് തന്നെയാണ്. ഈ പറയുന്ന ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിശോധന നടക്കാൻ പോവുകയാണല്ലോ, അതിലേക്ക് ഒരു അംഗത്തെ കേരളം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ലായിരുന്നുവല്ലോ കേരളത്തിൽ നിന്നുള്ള അംഗത്തെ. ആ അംഗത്തെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡീൻ കുര്യാക്കോസ് MPയും ഇതേ കാര്യം പറയുകയുണ്ടായി. പക്ഷേ താങ്കൾ കൂടുതൽ വ്യക്തതയോടെ പറയുകയാണ്, ഇത് ഡീകമ്മീഷൻ ചെയ്യാതിരിക്കുവാനുള്ള കാരണം സുപ്രീം കോടതിയെ കേരളം അറിയിക്കണം. അതായത് ഈ ഡാമിന് പ്രവർത്തിക്കുവാനുള്ള
സാഹചര്യം ഇപ്പോഴില്ല, ഡീകമ്മീഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് കേരളം കാര്യകാരണ സഹിതം വിശദീകരിക്കണമെന്നാണല്ലോ. അത് കേരളം ഇതുവരെ നൽകിയിട്ടില്ല അല്ലേ? അതല്ലേ അതിന്റെ രക്തചുരുക്കം? എക്സാക്ട്ലി അത് തന്നെയാണ്, അതാണ് അതിന്റെ രക്തം ചുരുക്കം. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. മുഖ്യമന്ത്രിയെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഒരു അനുകൂല നിലപാട് എടുക്കും എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീ ജലസേചന വകുപ്പ് മന്ത്രിയെയും ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെയും കാണുന്നുണ്ട്, വിവരങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിലെ കർഷക നേതാക്കളും അവിടുത്തെ പൗരപ്രമുഖരും എല്ലാം ശ്രീ ജോസഫ് വിജയുടെ അടുത്തൊരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെയും കാണുന്നുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രധാനമന്ത്രിയെ കാണാൻ എന്ന് വിചാരിച്ചാൽ ഞാനിരിക്കണം. ഇനി നമുക്ക് സമയമൊന്നുമില്ല ഇത് ആലോചിച്ചിരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും സമയമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഒരു മൈനർ ട്രമർ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റിയിൽ ഉണ്ടായാൽ പിന്നെ നമുക്ക് ചർച്ച തുടരേണ്ടി വരില്ല. അത്രമാത്രം എല്ലാ പഠന റിപ്പോർട്ടുകളും അതല്ലേ പറയുന്നത്. ഇപ്പൊ തന്നെ ഈ ROV സ്റ്റഡി നടത്തിയായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിൽ. ROV സ്റ്റഡി നടത്തിയപ്പോൾ ഒരു പെൻഡുലം ഉപയോഗിച്ച് ഈ ഡാമിന്റെ ചരിവ് കണക്കാക്കിയായിരുന്നു. അപ്പൊ 20 ഡിഗ്രി ഡാം ചരിഞ്ഞിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടും അന്നത്തെ 80s ഈ പറഞ്ഞ എംപവേർഡ് കമ്മിറ്റിയും അതിന്റെ തെളിവെടുപ്പും പരിശോധനയെല്ലാം നടന്നത്. അന്ന് ഈ 20 ഡിഗ്രി ചരിവുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഈ വിവരം സുപ്രീം കോടതി അവരെ അറിയിച്ചിട്ടില്ല. അപ്പോ ഞാൻ ആ എംപവേർഡ് കമ്മിറ്റിയിലെ റിപ്പോർട്ടിലെ മാനിപ്പുലേഷൻസ്, പിന്നെ ഫേക്ക് റിപ്പോർട്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും അതൊരു അൺസയന്റിഫിക് റിപ്പോർട്ടാണെന്ന് കാണിക്കാനുള്ള സകല രേഖകളും വിത്ത് എവിഡൻസ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ എംപവേർഡ് കമ്മിറ്റിയുടെ ഈ ഹോളിസ്റ്റിക് എക്സാമിനേഷന്റെ സംഘത്തിലുണ്ടായിരുന്ന ശ്രീ ജോർജ് ഡാനിയൽ എന്ന് പറയുന്ന എഞ്ചിനീയറുടെ അഫിഡവിറ്റ് ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സകല തെളിവുകളോട് കൂടിയാണ്, സകല എവിഡൻസോട് കൂടിയാണ് ഞാൻ തമിഴ്നാടിനോടും ഇത് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ക്ഷുദ്രജീവികളോടും ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് എല്ലാ എവിഡൻസോടും കൂടിയാണ്. കേരളം തങ്ങളുടെ എല്ലാ സത്യവാങ്മൂലങ്ങളിലും എപ്പോഴൊക്കെ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കേരളം പറയുന്നത് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, പുതിയ ഡാം ആകാം എന്നുള്ള കാര്യമാണല്ലോ. അപ്പോൾ കേരളത്തിന്റെ പ്രത്യേകമായ ഒരു നിലപാടായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ ശ്രീ റസൽ ജോയി. അത് അങ്ങനെയല്ല മഞ്ജുഷ. കോടതിയിൽ ഒരു കേസ് വരുമ്പോ കേരളത്തിന് പറയാനുള്ളത് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല അല്ലേ? കേരളമല്ലേ ശരിക്കും പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് കേരളമാണ്. അത് എത്ര മാസമായി? കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന വിധിയല്ലേ? 8 മാസം കഴിഞ്ഞിട്ടും കേരള സർക്കാർ അനങ്ങിയിട്ടില്ല. ഡോക്ടർ ജോ ജോസഫ് ഇങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ടോ കേരള സർക്കാരിന്റെ ഭാഗത്ത്? വേറൊരു കാര്യം, ഇപ്പൊ ഉടുമ്പൻചോല പറഞ്ഞോളൂ, താങ്കൾ പൂർത്തിയായിക്കോളൂ. ഉടുമ്പൻചോല MLA ഇപ്പൊ ഈ വേദിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദ്യം കേട്ടില്ല. അല്ല, റസൽ ജോയ് പറയട്ടെ. ശ്രീ സേനാപതി വേണുവിനോട് അദ്ദേഹത്തിന് എന്തോ പറയുവാനുണ്ട്. ശരി, പറഞ്ഞോളൂ റസൽ. അതായത് ഇപ്പോ പെട്ടെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു 142 നിന്ന് 152 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്തുമെന്ന്. എത്രയോ നാളുകളായി ഉടുമ്പൻചോല ഞങ്ങൾക്ക് വേണം, പീരുമേട് ഞങ്ങൾക്ക് വേണം, ദേവികുളം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ സമ്മർദ്ദത്തിലാക്കിയിട്ട്, കേരളത്തിലെ ജനങ്ങളെയും കേരള സർക്കാരിനെയും സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇത് അടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടുക്കി ജില്ല തന്നെ കൊണ്ടുപോകാനുള്ള അടിസ്ഥാനത്തിലാണ് ബുദ്ധിമാനായ വിജയ് കരുക്കൾ നീക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അതാണ്. അല്ലാതെ ഇപ്പൊ 142 ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. ഇപ്പൊ അവിടെയും മഴയുണ്ട്, പ്രളയമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ 142 നിന്ന് 152 ജലനിരപ്പ് ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സമരം നടത്തി മുല്ലപ്പെരിയാർ ഡാമിന്റെ മഴയില്ല എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം ഗിമ്മിക്കാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ നാട്ടിലെ ഭരണകൂടവും മനസ്സിലാക്കണം ഇതെല്ലാം ഗിമ്മിക്കാണെന്ന്. അവർക്ക് ഏത് വിധേനയും കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിലെ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കിയിട്ട് പീരുമേടും ദേവികുളവും ഉടുമ്പൻചോലയും വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന് പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. ഇത് ഈ ഒരു കളി മനസ്സിലാക്കാനായിട്ട് അധികം ബുദ്ധിയൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ഡോക്ടർ ജോർജ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.